ഹായ്, എൻ്റെ പേര് ഡോക്ടർ സനേഷ്. ഇന്ന് നമ്മൾ ഒബിസിറ്റി സീരീസിലെ ഒരു പുതിയ വീഡിയോയിലാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സസൈസിനെ പറ്റിയാണ്. എക്സസൈസ് ചെയ്താൽ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമോ? അതാണ് നമുക്കിന്ന് നോക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എക്സസൈസ് എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നത് നമ്മളൊരു ജിമ്മിൽ പോകുന്നു, ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നു, അവിടെ സ്ഥിരമായിട്ട് പോയിട്ട് പലതരം വർക്കൗട്ട് ചെയ്യുന്നു. ഇതൊക്കെയാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ എല്ലാവർക്കും അത് സാധ്യമാകണമെന്നില്ല. പലതരം ഹെൽത്ത് പ്രശ്നങ്ങളുണ്ടായിരിക്കാം ജിമ്മിൽ പോകാനായിട്ട്. അതുപോലെ തന്നെ അതിനകത്തൊരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എക്സസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ജിമ്മിൽ പോയി അമിതമായി വർക്കൗട്ട് ചെയ്യുന്നതോ മാത്രമല്ല. എക്സസൈസിന് നമുക്കൊരു വ്യായാമം അല്ലെങ്കിൽ ഒരു ശരീരത്തിന് ആവശ്യമുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന പേരിലാണ് ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്നത്. ആ ഒരു വേർഡിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഒരു ഫിസിക്കലായിട്ട് നമ്മൾ ചെയ്യുന്ന ശാരീരികമായിട്ട് ചെയ്യുന്ന അധ്വാനവും എക്സസൈസായിട്ട് കണക്കാക്കാൻ പറ്റും. അപ്പോൾ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് വെയിറ്റ് കുറയുമോ എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അപ്പോൾ അത് ഏത് തരത്തിലുള്ള എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നുണ്ട്, എത്രത്തോളം എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്നതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാൽ വെയിറ്റ് ലോസിനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എക്സസൈസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. അതിന് പ്രധാനപ്പെട്ടതായി ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാലറി ബേൺ ചെയ്യും. പക്ഷേ അതൊരു സ്ലോ പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങളൊരു അരമണിക്കൂർ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 100-200 കിലോ കാലറീസ് ഒക്കെ ബേൺ ചെയ്ത് തന്നിരിക്കാം. പക്ഷേ ഈ 100-200 കിലോ കാലറീസ് തിരിച്ച് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 1-2 സ്നാക്സ് കഴിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ അതിനൊരു ഹ്യൂജ് ഡിസ്പാരിറ്റി ഉണ്ട് ഇത് തമ്മിൽ, ചെയ്യുന്ന എക്സസൈസിൻ്റെ അളവും ബേൺ ചെയ്യുന്ന കാലറിയുടെ അളവും തമ്മിൽ. അപ്പോൾ വെയിറ്റ് ലോസിനായിട്ട് നമ്മൾ എക്സസൈസ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ അത്രയും അധികം എക്സസൈസ് നമ്മൾ ചെയ്യേണ്ടി വരും. അത് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ പിന്നെ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് ഗുണമില്ലേ? തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് ഗുണമുണ്ട്. നിങ്ങൾ ഇപ്പോഴത്തെ ഒരു പുതിയ കണക്കൊക്കെ അനുസരിച്ച് നമ്മളൊരാഴ്ചയിൽ ഏകദേശം 150 മിനിറ്റോളം എക്സസൈസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് ഏത് തരത്തിലുള്ള ശാരീരികമായ അധ്വാനമായാലും. അപ്പോൾ ഏകദേശം ഒരു 30 അല്ലെ 20 മിനിറ്റ് ഒരു ദിവസം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ച 150 മിനിറ്റ് എക്സസൈസ് ആവും. ഈ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ബോഡി കൂടുതൽ ഫിറ്റ് ആവാൻ സഹായിക്കും. നമ്മുടെ ബോഡി കൂടുതൽ ശാരീരിക ക്ഷമത ഉണ്ടാക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ഇൻസുലിൻ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചിട്ട് പോലും ഇൻസുലിൻ പ്രവർത്തിക്കാതിരിക്കുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ അവസ്ഥ കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാനും എക്സസൈസ് സഹായിക്കും. അതേപോലെ തന്നെ ജനറൽ ഒരു വെൽബീയിങ്, അതായത് നമ്മുടെ മനസ്സിനൊരു ഉന്മേഷം നൽകുന്നതിനും ഒരു നല്ലൊരു സന്തോഷകരമായിരിക്കുന്നതിനും എല്ലാം എക്സസൈസ് സഹായിക്കും. അപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ളൊരു മാനസിക ആരോഗ്യത്തിനും എക്സസൈസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണ് നമുക്ക് എക്സസൈസ് കൊണ്ടുണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്തിട്ട് അതിൻ്റെ കൂടി എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ഡയറ്റിൽ നിന്നുണ്ടാകുന്ന ബെനിഫിറ്റ്സ് കണ്ടിന്യൂ ചെയ്യാനും അത് ഒരു ബോഡിക്ക് കുറച്ചുകൂടി ഫിറ്റ്നസ് ഉണ്ടാക്കാനും ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കാനും എല്ലാം എക്സസൈസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടായിരിക്കും, എനിക്കിപ്പോൾ ഈ അമിതവണ്ണം കാരണം എനിക്ക് മുട്ടുവേദനയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കാലിന് വേദനയുണ്ട്, എനിക്ക് അധികം എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇത് വളരെ ശരിയായൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഒറ്റയടിക്ക് ചിലപ്പോൾ ഒരു ദിവസം 30 മിനിറ്റോ 20 മിനിറ്റോ നടക്കാൻ സാധിക്കത്തില്ലായിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് പതുക്കെ ഗ്രാജുവലി നമ്മൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് 30 മിനിറ്റ് നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ഒരു 5 മിനിറ്റ് ദിവസം നടന്നു തുടങ്ങുക. പിന്നെ നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല, പക്ഷേ സ്വിമ്മിങ്, അതായത് നീന്തൽ വളരെ നല്ല എക്സസൈസാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടുവേദനയ്ക്കുള്ളവർക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അത് അത്ര കോമൺ അല്ലാത്തതുകൊണ്ട് അത് ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നില്ല. സാധിക്കുമെങ്കിൽ അത് വളരെ നല്ല എക്സസൈസാണ്. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീടിൻ്റെ ചുറ്റും തന്നെ ഒരു ദിവസം ഒരു 5 മിനിറ്റ് വളരെ സ്ലോ ആയിട്ട് നടക്കുക. ആ 5 മിനിറ്റ് ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിപ്പോൾ 10 മിനിറ്റ് ആക്കാൻ പറ്റും. ചിലപ്പോൾ 1-2 മാസം കൊണ്ട് അത് ദിവസം അരമണിക്കൂറാക്കാൻ പറ്റും. ഇത് ചെയ്യുന്നത് കൊണ്ട് ആ എക്സസൈസ് കൊണ്ടുണ്ടാകുന്ന എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട്, വ്യായാമം ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ബോഡിയിൽ നിങ്ങളുടെ ലോങ് ടൈമിലുള്ള ഹാർട്ട് അറ്റാക്ക്, ഹൈ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഡയബറ്റീസ്, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാനും വളരെ ആരോഗ്യപ്രദമായ ഒരു ബോഡി നിങ്ങൾക്ക് ലഭിക്കുവാനും എക്സസൈസ് സഹായിക്കും. അപ്പോൾ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് വെയിറ്റ് ലോസിന് വേണ്ടി മാത്രമല്ല, വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും. പക്ഷേ നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ ബോഡി ഫിറ്റാക്കി വെച്ച് നമുക്ക് മറ്റുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഡയറ്റിന് ഹെൽപ്പ് ചെയ്യാനുമായിട്ടായിരിക്കും എക്സസൈസ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അഡ്വൈസ് കേട്ടിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ
ഉടനെ തന്നെ ഒരു ചെറിയ എക്സസൈസ്, അതായത് വ്യായാമം ആരംഭിക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഏത് തരത്തിലുള്ള വ്യായാമമായാലും അത് ശരീരത്തിന് ഉപകാരപ്രദമാണ്. ആദ്യം തന്നെ വളരെ ഹെവി ആയിട്ടുള്ളതും നീണ്ട കാലം നമുക്ക് നിലനിർത്തിക്കൊണ്ട് പറ്റാത്തതുമായ എക്സസൈസുകൾ ഒഴിവാക്കുക. പിന്നെ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഒരു ചെക്കപ്പ് ചെയ്തിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിലൊക്കെ ആയിരിക്കും നല്ലത്. എസ്പെഷ്യലി നിങ്ങൾ ജിമ്മിലൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നിങ്ങളൊരു ചെറിയ എക്സസൈസ് വളരെ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോങ് ടൈമിൽ നിങ്ങൾക്ക് എന്തായാലും ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് നമുക്ക് എക്സസൈസിനെ പറ്റി പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ കമൻസ് താഴെ പറയാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.